ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, രണ്ട് വാക്ക്. നിങ്ങൾ ഒരു പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് കണ്ട് ആരും മൈൻഡ് ചെയ്യാതെ പോകരുത്. പാവപ്പെട്ട ഉസ്താദാണ്, വലിയ പ്രയാസത്തിലാണ്. നിങ്ങളാൽ കഴിയുന്ന, അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, ആ ഉസ്താദിന് സഹായങ്ങൾ ചെയ്തുകൊണ്ട് നിക്ഷേപിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്റെ മക്കളെ, നമ്മളെ കുരുവട്ടൂരികൾക്ക് തല്ലോട് തല്ല്. തല്ല് എന്ന് പറഞ്ഞാൽ പോരാ, ഒടുക്കത്തെ തല്ല്. നമ്മളെ ഹൈന്ദവ സഹോദരങ്ങൾ ഓണം ആഘോഷവുമായി ബന്ധപ്പെട്ട് ഓണത്തല്ല് നടത്താറുണ്ട്. അതുപോലെ കുരുവട്ടൂരികളും നബിദിനത്തല്ല് നടത്തിയതാണോ എന്നറിയില്ല. ഏതായാലും പൊതിരെ എല്ലാത്തിനും കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട്. കുറച്ചപ്പുറത്തും എന്താ കാര്യം എന്നറിയോ? പേരോട് ഉസ്താദ് പറഞ്ഞു, നബിദിന റാലിയൊക്കെ നടത്തുന്നത് നല്ലതാണ്, സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ അന്തരീക്ഷത്തിൽ പകരാൻ അത് ഗുണം ചെയ്യും. പക്ഷേ അത് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാവരുത്. ബ്ലോക്കാവാത്ത തരത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. കാരണം രോഗികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഉണ്ടാകാം, മറ്റ് എമർജൻസി കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന വാഹനങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ആർക്കും ബുദ്ധിമുട്ടാകരുത്, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തങ്ങളുടെ ജന്മദിനാഘോഷ പരിപാടികൾ കൊണ്ട് ഞങ്ങൾക്കേറെ പ്രയാസം അനുഭവിക്കേണ്ടി വന്നു എന്ന് മറ്റു മതസ്ഥരെ കൊണ്ട് പറയിപ്പിക്കരുത്. ബ്ലോക്ക് ആവരുത്. അച്ചടക്കത്തോടുകൂടി തക്ബീർ ധ്വനികളാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് ആലാപനങ്ങളാൽ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും മധുര പലഹാരങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നൽകിക്കൊണ്ടാവണം നമ്മുടെ ജൈത്രയാത്ര, നബിദിന യാത്ര മുന്നോട്ട് പോകേണ്ടത്. ആ സമയത്ത് ഒരു രോഗിയും റോഡിൽ കിടന്നുകൊണ്ട് വിഷമിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അത് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമല്ല. അത് അവിടുത്തെ വെറുപ്പ് സമ്പാദിക്കാനേ കാരണമാകൂ എന്ന് മൗലാന പേരോട് ഉസ്താദ് മഹാനവറുകളുടെ പണ്ഡിത ദൗത്യം നിർവഹിച്ചുകൊണ്ട് മാലോകരോട് പറഞ്ഞപ്പോൾ കുരുവട്ടൂരിയാതി ലേഹ്യം ചെയ്ത പരിപാടി പേരോട് ഉസ്താദിനെ അതിന്റെ പേരിൽ വഹാബിയാക്കുകയാണ്, പേരോട് ഉസ്താദിനെ പരിഹസിക്കുകയാണ്, നബിദിന വിരോധിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പേരോട് ഉസ്താദിന് വഹാബിസം പിടികൂടി എന്ന് ആരോപിച്ചുകൊണ്ട് പേരോട് ഉസ്താദിനെ തെരുവുകളിൽ തെറി പറഞ്ഞുകൊണ്ട് അന്തരീക്ഷം മലിനമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല, കുരുവട്ടൂരിയാതി ലേഹ്യം ഇന്ന് നബിദിന റാലി എന്ന പേരിൽ ഒരു റാലി നടത്തുകയുണ്ടായി. ആ റാലിയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ നിയലിച്ചു നിന്നത് പേരോട് ഉസ്താദിനോടുള്ള വിരോധമാണ്, കാന്തപുരം ഉസ്താദിനോടുള്ള വിരോധമാണ്, സുന്നി പണ്ഡിതന്മാരോടുള്ള വിരോധമാണ്. അതിന്റെ പേരിൽ റോഡ് ബ്ലോക്കാക്കാൻ മനഃപൂർവം അവർ 4-5 കാറുകൾ റോഡിന്റെ മധ്യത്തിൽ നിർത്തിക്കൊണ്ട് അവർ ബ്ലോക്കാക്കുകയുണ്ടായി. പേരോട് ഉസ്താദിനെ വെല്ലുവിളിക്കാനാണ് ഞങ്ങൾ ഈ ബ്ലോക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റോഡിന്റെ മധ്യഭാഗത്ത് 4-5 വാഹനം നിർത്തിയിട്ടപ്പോൾ നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു നബിദിന റാലിയും മറ്റുള്ളവർ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിട്ടില്ല. ഒരു നബിദിന റാലിക്ക് നേരെയും ഇന്നേ വരെ കയ്യേറ്റമുണ്ടായിട്ടില്ല. ഉണ്ടാവാൻ പണ്ഡിതന്മാരും സത്യവിശ്വാസികളും അവസരം കൊടുത്തിട്ടില്ല. പരമാവധി എല്ലാവരോടും സഹകരിച്ചുകൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടാണ്, മധുര പലഹാരങ്ങൾ നൽകിക്കൊണ്ടാണ് നബിദിന റാലി നടത്താറുള്ളത്. ഹൈന്ദവ സഹോദരങ്ങളും ക്രിസ്തീയ സഹോദരങ്ങളും ആ റാലിയിൽ പങ്കാളികളാകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ മുഷ്ടി ചുരുട്ടിയുള്ള പണ്ഡിതന്മാരെ തെറി വിളിച്ചുള്ള കുരുവട്ടൂരിയാതി ലേഹ്യത്തിന്റെ റാലി പുറപ്പെട്ടപ്പോൾ മുതൽ
ആളുകൾക്ക് ദേഷ്യം പിടിക്കാൻ തുടങ്ങി, നാട്ടുകാര് പിറുപിറുക്കാൻ തുടങ്ങി. മാത്രവുമല്ല, അനാവശ്യമായി റോഡ് ബ്ലോക്ക് ആക്കുന്നതാണ് കണ്ടത്. റോഡ് ബ്ലോക്ക് ആക്കിയപ്പോൾ കുരുവട്ടൂരിയാദി ലേഹ്യത്തിലുള്ള മുഴുവൻ അണുക്കൾക്കും പരമാവധി കിട്ടേണ്ടതിനേക്കാൾ കൂടുതൽ കിട്ടിയിരിക്കുകയാണ്. നല്ല തല്ല് മുഴുവൻ ആളുകൾക്കും കിട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നൗഷാദൊക്കെ ഓടിയെടുത്ത് പുല്ല് മുളച്ചിട്ടില്ല എന്നാണ് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും കുരുവട്ടൂരിയാദി ലേഹ്യത്തിന്റെ നബിദിന റാലി എന്ന പേരിൽ നടത്തിയ മാമാങ്കത്തിൽ റോഡ് ബ്ലോക്ക് ആക്കുന്നതും അതിനെ ചൊല്ലി നാട്ടുകാർ ഇടപെട്ടുകൊണ്ട് കുരുവട്ടൂരികളെ അടിച്ചോടിക്കുന്നതും നമുക്ക് കാണാം. അല്ല ഓന്നൊക്കെ വണ്ടി എങ്ങനെ വെച്ചാൽ നോക്കിങ്ങള് നാട് റോഡ് മേലെ വണ്ടിയിട്ട് പോകാൻ കുറെ ലക്ഷം വിട്ട മാതിരിയാ. ആ മറ്റുള്ളവർക്ക് പോകുന്നു വേണ്ട, അത് അതിനകത്ത് വണ്ടിയൊന്നുമില്ല, ബ്ലോക്ക് ആക്കിയിട്ടാണ്. ഇക്കാലത്തിൽ വണ്ടി അറട്ട് നോക്കിയോള്. ഈ നാടുവിട്ട വണ്ടികളാട്ടക്കായ ഇവിടുത്തെ വണ്ടികൾക്കത് എന്ത് മനുഷ്യരാണ് ഞങ്ങളൊക്കെ. മറ്റുള്ളവർക്ക് പോകുന്നു വേണ്ടത്.